പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡും ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മൾ തുടങ്ങുകയാണ്. അത്തപ്പൂക്കളമൊക്കെ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ നല്ല രസമായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും എന്നും വീടിൻ്റെ മുന്നിലൊക്കെ ഇടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നും ഇട്ടില്ലെങ്കിൽ പോലും നമുക്ക് പറ്റുന്ന ദിവസങ്ങളിലെങ്കിലും ഇടണം അല്ലേ. ഓണമാണ്, ഓണം എത്തിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു സന്തോഷത്തിൽ തന്നെ സ്വർണ്ണവർഷത്തിലേക്ക്, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, ആ ഒരു ഓണത്തിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിലിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് സ്വർണം സമ്മാനമായിട്ട് നേടിയാലോ? അടിപൊളിയായിരിക്കും അല്ലേ. ശരിക്കും സ്വർണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ്. കാര്യം നല്ല ഒരു എന്താ പറയുക, ഒരു സേവിങ്സും കൂടെയാണ്, ഐശ്വര്യമാണ് സ്വർണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സ്വർണം കിട്ടാനുള്ള ഒരു അവസരമാണ് നമ്മുടെ ഈ ഒരു സ്വർണ്ണവർഷം എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം. വേറൊന്നുമല്ല, നിങ്ങളൊന്ന് വിളിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ ചൂസ് ചെയ്യുക, എന്നോട് പറയുക. അത് ഞാൻ ചെന്ന് തുറന്ന് നോക്കുമ്പോൾ അതിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരുന്നു. അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഫോൺ എടുക്കുക, ഇങ്ങോട്ടൊന്ന് വിളിക്കുക, ഇഷ്ടമുള്ള നമ്പർ പറയുക, ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഈ സ്വർണം ഒന്ന് കണ്ടേ, നല്ല രസമുണ്ടല്ലേ ഈ ഓർണമെൻറ്റ്സ് നോക്കി. ഇപ്പോൾ ഈ മാലയാണെങ്കിലും അതുപോലെ തന്നെ മാലതേ നല്ല ഡിസൈനാണ്. ഈ ഒരു സ്റ്റോൺസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഗ്രീൻ കളറും അതുപോലെ ഗോൾഡും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഡിസൈനാണ്. അതുപോലെ തന്നെ ഇയറിംഗ് നോക്കുകയാണെങ്കിലും നല്ല രസമാണ്. ഇതിന് മാച്ച് ആയിട്ടുള്ളതാണ് കേട്ടോ, സെയിം ഡിസൈൻ പാറ്റേണിലുള്ളതാണ്. ഇത് നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇതുപോലെ തന്നെ ഈ ഒരു ബാങ്കിൾ ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഞാൻ എടുത്ത് കാണിക്കാനും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് സ്വർണ്ണമഹലിൽ നിന്നാണ്. അപ്പോൾ സ്വർണ്ണമഹലിൽ ഒരുപാട് ഓഫേഴ്സ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓണക്കാലത്ത് സ്വർണ്ണം വാങ്ങാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അവിടെ പണിക്കൂലിയിൽ 50% വരെ ഓഫറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വെഡ്ഡിങ് ആഭരണമാണെന്നുണ്ടെങ്കിൽ 2.5% മുതൽ പണിക്കൂലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡയമണ്ടിനാണ് എന്നുണ്ടെങ്കിൽ 12,000 റുപ്പീസ് ക്യാരറ്റിന് കുറവുണ്ട്. അപ്പോൾ ഇത്രയും ഒക്കെ ഓഫേഴ്സ് അവിടെ ഈ ഓണക്കാലത്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ വെഡ്ഡിങ് ജ്വല്ലറിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2.5% മുതലാണ് പണിക്കൂലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓഫേഴ്സ് ഒന്നും നമ്മൾ മിസ് ചെയ്തത്. ഇതുപോലുള്ള സെലിബ്രേഷൻസിൻ്റെയൊക്കെ സമയത്താണ് ഇങ്ങനെയുള്ള ഓഫേഴ്സ് കൂടുതൽ വരുന്നത്. ഓണക്കാലമായിട്ടുള്ള സ്പെഷ്യൽ ഓഫേഴ്സാണ് ഇതൊക്കെ. സോ മിസ് ചെയ്യേണ്ട. എന്തായാലും നമ്മുടെ പ്രോഗ്രാമിലോട്ട് കിടക്കാം. നമ്മുടെ ആദ്യത്തെ കോളറിലോട്ട് നമുക്കൊന്ന് പോയാലോ? ഹലോ ഹലോ, ഞാൻ സൈനബ. സൈനബ, എവിടുന്നാ വിളിക്കുന്നത് സൈനബ? വരന്തരപ്പള്ളിന്ന്. വരന്തലപ്പള്ളി അല്ലേ. ഓക്കെ, വരന്തലപ്പള്ളി എവിടെയാണ് സ്ഥലം? വരന്തരപ്പള്ളി, ആമ്പല്ലൂര്, തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ല അല്ലേ. ഡാമൊക്കെ പറയും. ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ മോനെ, ഹസ്ബൻഡ്, ഞാന്. മോനും ഹസ്ബൻഡും. ഓക്കെ ഓക്കെ. മോൻ എത്രയായി? മോന് അഡ്വക്കേറ്റാണ്. അഡ്വക്കേറ്റാണ്. ഞാൻ കൊച്ചു മോൻ ഇങ്ങനെ എത്ര ഇതാ പറഞ്ഞേ, അഡ്വക്കേറ്റാണ്, വലിയ മോനാണ് അല്ലേ. ഓക്കെ. അപ്പോ ഇന്ന് എന്താണ് പരിപാടി? ഇന്ന് ബിരിയാണി വെക്കുന്നുണ്ട്. ബിരിയാണി വെക്കുന്നുണ്ട്. വെച്ച് കഴിഞ്ഞോ? വെച്ച് കഴിഞ്ഞിട്ടില്ല, വെച്ചോണ്ടിരിക്കുന്നല്ലേ. ഓക്കെ, ബിരിയാണിയാണ് സ്പെഷ്യൽ. അടിപൊളി. അപ്പോൾ എന്തായാലും ഏതാണ് നമ്പർ ചൂസ് ചെയ്തിരിക്കുന്നത്? നമ്പർ ഇവിടെ കറണ്ട് പോയേക്കാ. എവിടുന്ന് കുഴപ്പമില്ല, 11 to 70 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. ഫസ്റ്റ് കോളർ ആണ് സൈനബ. അപ്പൊ ഇഷ്ടമുള്ള നമ്പർ പറയാം. ഏത് നമ്പർ തൊട്ടിട്ട്? 11 to 70 വരെ, 11 തൊട്ട് 70 വരെ. അപ്പൊ ഞാന് 12 ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, 12 നമ്മുടെ ഫസ്റ്റ് കോളർ ആണ്. ഫസ്റ്റ് കോളർ പറഞ്ഞിരിക്കുന്ന നമ്പർ 12 ആണ്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. അയ്യോ ഇല്ലല്ലോ, സാരമില്ല കേട്ടോ. ഒന്നും കിട്ടൂല. ആണോ? ഷോ കണക്ട് ആവാറുണ്ടോ കോള്?
ആ കണക്ട് ആവാറുണ്ട്, പക്ഷെ കിട്ടിയില്ല അല്ലേ ഇതുവരെ. സാരമില്ല, ഇനിയും ട്രൈ ചെയ്യും. ഇതൊരു ലക്കല്ലേ, അന്നത്തെ ആ ഒരു മൊമെന്റിലെ ലക്കാണ്. ഇനിയും ട്രൈ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച് സൈനബ. അപ്പോൾ സൈനബയാണ് നമ്മുടെ ഫസ്റ്റ് കോളർ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോളർ പറഞ്ഞത് 12 ആണ്. 12 നമ്മൾ ഓപ്പൺ ആക്കി, അതിനകത്ത് ഗോൾഡ് ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ മൾട്ടിപ്പിൾ ബോക്സുകളിൽ ഗോൾഡ് ഉണ്ട് എന്നുള്ളതാണ്, ഒരു ബോക്സിലൊന്നും അല്ല. അപ്പോൾ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കുറച്ച് എന്താ പറയുക, നമ്മൾ ചിന്തിച്ച് ചൂസ് ചെയ്യുക. നമുക്ക് പല രീതിയിൽ നമ്പേഴ്സ് ചിന്തിച്ചെടുക്കാം അല്ലേ. കാര്യം ഇതെല്ലാം ലക്കാണല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ ലക്ക് ഏത് നമ്പറിലാണെന്ന് നമുക്ക് അറിയില്ല, എങ്കിലും നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ആ ഒരു ഐശ്വര്യമുള്ള നമ്പർ അല്ലേ, നമുക്കൊരു ഇൻറ്റ്യൂഷൻ വരില്ലേ, ഈ നമ്പറിലായിരിക്കും ഉള്ളതെന്ന്. ആ നമ്പറാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ ഹലോ, പോത്തേ സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഇത് ആറ്റിങ്ങൽ വർക്കല നിന്ന് മധുവാണ്. മധു, ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട് മധു? വീട്ടില് വൈഫുണ്ട്, മകളുണ്ട്. വൈഫുണ്ട്, മകളുണ്ട്. മകൾ എത്രാം ക്ലാസ്സിലാ? മകള് പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് എല്ലാരും ഉണ്ട് വീട്ടില്, ഓണമൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാണോ? അടിച്ചു പൊളിക്കാണ്. മോളുടെ വെക്കേഷൻ തുടങ്ങിയോ? വെക്കേഷൻ തുടങ്ങിയില്ല. ഓക്കെ ഓക്കെ. ഓണത്തിന് പൂക്കളൊക്കെ ഇടാറുണ്ടോ വീട്ടില്? പൂക്കള് ഇടാറില്ല. ഇല്ല. ഓക്കെ ഓക്കെ. നമ്മള് തിരുവോണത്തിന് മാത്രമേ പൂക്കൾ ഇടൂ. തിരുവോണത്തിന് പുറത്തുനിന്ന് പൂവൊക്കെ വാങ്ങിച്ചിടുമോ, അതോ അടുത്തുനിന്നൊക്കെ പറിച്ച്? പൂവൊക്കെ വാങ്ങിച്ചിടും. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ ഏതാണ് നമ്പർ ചേട്ടാ ചൂസ് ചെയ്തിരിക്കുന്നത്? നമ്പര് 17 ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഓക്കെ ഓക്കെ. 17 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 17 എല്ലാവരും ഇന്ന് മഞ്ഞ കളർ പിടിച്ചിരിക്കുകയാണ് അല്ലേ. 17 നോക്കട്ടെ, ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് അയ്യോ ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ. ഇനിയും വിളിക്കണം. താങ്ക് യു, ബൈ. അപ്പോൾ മധുചേട്ടനും കിട്ടിയിട്ടില്ല, വിഷമിക്കണ്ട, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. എന്തായാലും ഓണക്കാലം എന്ന് പറയുന്നത് ഇങ്ങനെ മുന്നോട്ട് കിടക്കുകയാണല്ലോ. ഇനിയും നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിലും ഒക്കെ വിളിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. വിളിച്ചുകൊണ്ടേ ഇരിക്കുക, സ്വർണം നേടുക. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബോക്സുകളിലായിട്ട് ഗോൾഡ് ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റ് നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. നമ്മൾ ചുമ്മാ ഈ നറുക്കെടുക്കുക, അതുപോലെ എന്താ പറയുക, ചുമ്മാ കറക്കി കുത്തുക, ഇതുപോലെ ഒരു പരിപാടിയാണ്. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. പക്ഷേ നിങ്ങളൊന്നും കൂടെ ചിന്തിച്ച് ഒക്കെ ഒരു മനസ്സിൽ ഇൻറ്റ്യൂഷൻ ഉണ്ടല്ലോ, ഇതിലായിരിക്കും, അല്ലെങ്കിൽ ഒരു മന്ത്രമൊക്കെ പറഞ്ഞിട്ട് ഒരു നമ്പർ അങ്ങ് പറയുക, ചിലപ്പോൾ അതിനകത്ത് ഗോൾഡ് ഉണ്ടായിന്ന് വരും. എന്തായാലും ഫസ്റ്റ് 2 നമ്പേഴ്സ് ഇപ്പോൾ 12ഉം 17ഉം ആണ് പറഞ്ഞത്. അതിൽ 2ലും ഇല്ലായിരുന്നു. ഇനി അങ്ങോട്ട് ഇതേ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഒരുപാട് നമ്പേഴ്സ്. അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ 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 ഹലോ, ഇതാരാണ്? ഇത് അജിതയാണ്. അജിത, എവിടുന്നാ വിളിക്കുന്നേ? തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ. ഓക്കെ അജിത, ഫസ്റ്റ് ചെയ്യേണ്ടത് ടിവിയുടെ വോളിയം കുറയ്ക്കണേ. എല്ലാം ഇവിടെ കേൾക്കാം, ഞാൻ പറയുന്നതൊക്കെ കേൾക്കാം. ടിവിയുടെ വോളിയം ഒക്കെ ഇവിടെ കേൾക്കാം. ഒന്ന് കുറയ്ക്കോ? കുറച്ചോ? കുറച്ചു. ഓക്കെ അജിത, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അമ്മയും എന്റെ മകനും. അമ്മയും മകനും അല്ലേ? അല്ലേ, എന്താ ചെയ്യുന്ന മകൻ? ഹലോ, പോയോ? പോയി. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? നമ്പർ ഒന്ന് പറയോ, നമ്പർ ഏതാണ്? നമ്പർ 46. ഓക്കെ, നമ്പർ നമുക്ക് സേഫ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണ്? എവിടെ എത്തി ഓണം? ഓണം അടുത്തെത്താറായി. വീട്ടിലോട്ട് കേറിയില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, കേറിയില്ല. അത്തപ്പൂക്കളൊക്കെ ഇടാറുണ്ടോ? ഇല്ല, ഇടാറില്ല. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും നമുക്ക് 46 ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, നോക്കട്ടെ ചേച്ചിക്ക് ഗോൾഡ് ഉണ്ടോ 46. അയ്യോ ഇല്ലല്ലോ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. കേട്ടോ ചേച്ചി, കിട്ടിയിട്ടില്ല, വിഷമിക്കണ്ട, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. അപ്പൊ പിന്നെ സാരില്ല, ഇനിയും വിളിക്കണം കേട്ടോ. താങ്ക് യു, ബൈ. ഓക്കെ, അപ്പോൾ ചേച്ചി ഇതാ ഫസ്റ്റ് ടൈമാണ്, ചേച്ചിക്ക് ഒരു വിഷമമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയും വിളിക്കുക. നിങ്ങൾ എത്ര തവണ വിളിച്ചാലും നിങ്ങൾ ഒരിക്കലും ഡെസ്പ് ആകരുത്. കാര്യം ഇതൊരു ലക്കാണ് അല്ലേ. നമ്മളിപ്പോൾ ലോട്ടറി എടുക്കുന്നവർക്ക് പോലെ തന്നെയാണ്, ലക്കാണ്. നമുക്ക് കിട്ടിയാൽ കിട്ടി എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും
ഇത്രയും ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, ഇതാരാണ്? എന്റെ പേര് സോണി എന്നാണ്. സോണി, എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ ആലപ്പുഴ ജില്ലയിലെ പാവുക്കര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് പപ്പ, അമ്മ, പപ്പയുടെ പെങ്ങളുണ്ട്. ഓക്കെ, എന്ത് ചെയ്യുന്നു സോണി? ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം പപ്പായ്ക്കും ഒക്കെ വയ്യാതിരിക്കുക, അമ്മയ്ക്ക്. അപ്പൊ നോക്കുകയാണല്ലേ വീട്ടിൽ തന്നെ. അതെ അതെ. ഓക്കെ ഓക്കെ, യെസ്. അപ്പോൾ ഓണം എന്തൊക്കെയാണ്? ഓണമൊക്കെ വീട്ടിൽ എത്തിയോ? ഓണം ഇവിടുത്തെ പുല്ലെല്ലാം ഞങ്ങൾ ചെത്തി വൃത്തിയാക്കി ഓണം വരാൻ വേണ്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കുക അല്ലേ? കാത്തിരിക്കുക. അതെ അതെ. ഓക്കെ, ഒരുപാട് പറമ്പൊക്കെ ഉണ്ട്, അപ്പൊ ക്ലീൻ ഒക്കെ ചെയ്യുക, അതൊക്കെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണല്ലോ. അതെ അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. ഏതാണ് നമ്പർ? എനിക്ക് ഒരു 36. 36 അല്ലേ? 36. ഓക്കെ, 36 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കി കളയാം. ഓക്കെ, ലെറ്റ്സ് സീ. 36. അയ്യോ, ഇല്ല കേട്ടോ. കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ. ഇനിയും ഇതുപോലെ ട്രൈ ചെയ്യണം. താങ്ക് യു. ഓക്കെ, അപ്പൊ സോണിക്കും കിട്ടിയിട്ടില്ല. കുറച്ച് ബോക്സസ് മാത്രമേ നമ്മൾ തുറന്നിട്ടുള്ളൂ. ഇനി ഒരുപാട് ബോക്സ് ഉണ്ട്. നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുക. ഈ കാണുന്ന 11 to 70 വരെയിൽ ഉള്ള നമ്പേഴ്സിലാണ് എവിടേക്കോ സ്വർണ്ണം ഉള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലും അയക്കാം. 8086011443 എന്ന നമ്പറിലോട്ടാണ് വാട്സപ്പിൽ അയക്കേണ്ടത്. നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ഇതാരാണ്? ഹായ്, ഇതാരാണ്? സുജ, ഇവിടുന്ന് വിളിക്കുന്നു. വെൺകുളം. അത് ഏത് സ്ഥലമാണ്? എവിടെയാണത്? നെയ്യാറ്റിൻകരയുടെ അങ്ങോട്ട്. ഓക്കെ ഓക്കെ, പേരെന്തായിരുന്നു മോളെ? ഒന്നും കൂടെ പറയാം. സുജ. ഓക്കെ, എന്താ ചെയ്യുന്നു സുജ? ഹലോ, പഠിക്കുന്നു. എത്രാം ക്ലാസ്സിലാ? ഹലോ, എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 8ലാണ് പഠിക്കുന്നത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് സുജയുടെ? ഹലോ സുജിക്കുട്ടി, നമ്പർ ഒന്ന് പറയോ? കട്ടായി പോയോ? ഹലോ സുജ, സംസാരിക്കുന്നില്ലല്ലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ആള് പോയി എന്നാണ് തോന്നുന്നത്. പക്ഷെ എന്തോ അവിടെ കട്ടായിപ്പോയി. സാരമില്ല സുജ, ഇനിയും ട്രൈ ചെയ്യാട്ടോ. കോള് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആദ്യം തന്നെ നമ്പർ പറയാം. ഓക്കെ, നമ്പർ ഇനിയിപ്പോൾ വിളിക്കുന്നവർ ഇൻ കേസ് കട്ടാകുമോ എന്ന് നമുക്ക് പേടിയാവും അല്ലേ? അതുകൊണ്ട് തന്നെ ആദ്യമേ നമ്പർ പറഞ്ഞോളൂ. പിന്നെ അതുപോലെ തന്നെ വാട്സപ്പിലും അയക്കാം. 8086011443 എന്ന നമ്പറിലോട്ട് വാട്സപ്പിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്രയും അയക്കണം. ഓക്കെ, ഇത്രയും അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ കൂടുതലും വാട്സപ്പ് പ്രിഫർ ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ സർപ്രൈസ് പോലെ ഇടയ്ക്കൊന്നും ഓപ്പൺ ആക്കാറുണ്ട്. കൂടുതലും നമ്മൾ ഏറ്റവും ലാസ്റ്റ് 12:45 വരെ നിങ്ങൾക്ക് അയക്കാനുള്ള സമയമുള്ളൂ വാട്സപ്പിൽ. അതിന് ശേഷമാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും കോളിനാണ്. കാര്യം കോളിന് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പിൽ ഓപ്പൺ ചെയ്യുള്ളൂ. ആ വാട്സപ്പിൽ ആ നമ്പറിന് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിളിക്കാനും മറക്കരുത്. വിളിക്കുകയും ചെയ്യുക, കൂട്ടത്തിൽ വാട്സപ്പിൽ അയക്കാം. പിന്നെ വാട്സപ്പ് അയക്കേണ്ട നമ്പറിലല്ല നിങ്ങൾ വിളിക്കേണ്ടത് കേട്ടോ. എന്തായാലും നമുക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരാം. ഇനി സ്വർണ്ണവർഷത്തിൽ ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.
ടു പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. അപ്പോൾ സ്വർണ്ണവർഷത്തിൽ ഇപ്പോൾ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ കുറേ നമ്പേഴ്സ് നമ്മൾ ഓപ്പൺ ആക്കി, ഇനിയും നമ്പേഴ്സ് ഓപ്പൺ ആക്കാനുണ്ട്. നമ്മുടെ അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? ഹലോ, കരുനാഗപ്പള്ളിന്ന് കരുനാഗപ്പള്ളിന്ന് ആരാണ്? പേരെന്താണ്? സെലീന. സെലീന ഏത് നമ്പറാണ് ചൂസ് ചെയ്തേ? 20 ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി സംസാരിക്കാം. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിൽ ഫാമിലി, ഞങ്ങള് ഒരു കൂട്ടുകുടുംബം, ചെറിയൊരു കൂട്ടുകുടുംബം. അപ്പൊ ആരൊക്കെയുണ്ട്? ഉമ്മ ഉണ്ട്, വാപ്പ ഉണ്ട്, ചേട്ടത്തി ഉണ്ട്, ചേട്ടത്തി 2 മക്കള്, പിന്നെ എന്റെ 2 മക്കള്. ഓ, അപ്പൊ കുറച്ച് പേരുണ്ട് അല്ലേ? നമ്പർ 40 അല്ലായിരുന്നോ പറഞ്ഞത്? 40 അല്ലായിരുന്നോ ചൂസ് ചെയ്തത് നമ്പർ? 20. ഓക്കെ, ഓണമൊക്കെ എവിടെ എത്തി? ഓണമൊക്കെ ഇങ്ങനെ പോകുന്നു. അവിടെ അത്തപ്പൂക്കളൊക്കെ ഇടാറുണ്ടോ? ഇല്ലില്ല, അത്തപ്പൂക്കളൊന്നും ഇല്ല. അടുത്തൊക്കെ വീട്ടുകളിൽ ഇടുമ്പോ മക്കളുമാര് പോയി ഇതൊക്കെ ഇടും. അത്തപ്പൂക്കളൊക്കെ സഹായിക്കും അല്ലേ? തിരുവോണത്തിന് ഇടാറുണ്ടോ? ഇല്ലില്ല, നമ്മള് അങ്ങനില്ല. നമ്മുടെ അടുത്ത വീട്ടിൽ ഇടുമ്പം കുഞ്ഞുങ്ങൾ അങ്ങനെ പോയി ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ. എന്താണ് ഇന്ന് സ്പെഷ്യൽ സൺഡേ ആയിട്ട് വീട്ടില്? വീട്ടിൽ എന്താണ് സ്പെഷ്യൽ സൺഡേ ആയിട്ട്? ഇന്ന് കല്യാണത്തിന് പോയെടുത്ത് നിന്നോണ്ട് വിളിക്കുക. ഓക്കെ, കല്യാണമായിരുന്നു ഇന്ന് സ്പെഷ്യൽ അല്ലേ? ഓക്കെ, നമുക്ക് 20 ഗോൾഡ് ഉണ്ടോ നോക്കി കളയാം. ലെറ്റ്സ് സീ. ഓക്കെ, 20 ഗോൾഡ് ഉണ്ടോ? ഗോൾഡ്, സോറി, വിഷമിച്ചാണ് പറയുന്നത് സോറി എന്ന്. അപ്പോൾ സാരമില്ല, വിഷമിക്കണ്ട. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, വിളിക്കുമ്പോ കിട്ടുമല്ലോ, അതേ ഉള്ളൂ. അതന്നെ അതാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ സ്വർണ്ണം ഇതുവരെ ആർക്കും അടിച്ചിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് വിന്നറിനെ നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ഫസ്റ്റ് വിന്നർ എവിടെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ ആർക്കാണ് കിട്ടുന്നതെന്നൊക്കെ ആലോചിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഗോൾഡ് ഓർണമെന്റ്സ് നിങ്ങൾ കണ്ടായിരുന്നോ? നിങ്ങൾ നോട്ടീസ് ചെയ്തിരുന്നോ? നോക്കൂ, നല്ല ഭംഗിയുള്ള ഡിസൈനാണ്, നല്ല രസമാണ്. ഇതിൻ്റെ ഈ ഒരു മയിൽപ്പീലി പോലത്തെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഈ ഒരു ഡിസൈൻ. നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫീൽ എനിക്ക് കാണാൻ പറ്റുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നറിയില്ല. നല്ല രസമുള്ള ഡിസൈനാണ്. അതിൻ്റെ തന്നെ ഒരു ഇയറിംഗ് ആണ്, ദേ കണ്ടോ, അതിൻ്റെ തന്നെ പെയറായിട്ടുള്ള ഇയറിംഗ് ആണ്. മയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ ഒരു ഫീലിംഗ് ആണ് ഇത് ഇടുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ബാംഗിൾസിലും ആ ഒരു മയിലിൻ്റെ ഡിസൈൻ ഉണ്ട് ബാംഗിൾസിലും. അപ്പോൾ ഇത് ഞാൻ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വർണ്ണമഹലിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാര്യം, സ്വർണ്ണമഹലിൽ ഓണം പ്രമാണിച്ച് ഒരുപാട് ഓഫേഴ്സ് പോകുന്നുണ്ട്. അതിൽ ഒരു ഓഫറാണ്, ഇപ്പോൾ നിങ്ങൾ സ്വർണ്ണം എടുക്കുമ്പോൾ പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ ഡയമണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 12,000 റുപ്പീസ് ക്യാരറ്റിന് ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ വെഡ്ഡിങ് ആഭരണങ്ങൾ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 2.5% തുടങ്ങും പണിക്കൂലി. അപ്പോൾ 2.5% എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. അത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പണിക്കൂലി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓഫേഴ്സ് നടക്കുന്നുണ്ട്. നിങ്ങൾ മിസ് ചെയ്യരുത് എന്നൊരു കാര്യം മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ. അപ്പോൾ സ്വർണം എന്ന് പറയുന്നത് ഓൾവേസ് അസറ്റാണ്. അത് സമ്മാനമായിട്ടാണെങ്കിലും നമ്മൾ വാങ്ങിയിട്ടാണെങ്കിലും അത് ശേഖരിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന് ഞാൻ പറയും. അപ്പോൾ യെസ്, പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. നമ്മുടെ സ്വർണ്ണം ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ആരാണിത്? എന്താണ് പേര്? എന്തായിരുന്നു പേരെന്തായിരുന്നു? സന. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ സന? ഹലോ സന. ആ നമ്പർ ഒന്ന് പെട്ടെന്ന് പറയോ? നമ്പർ 30 സന പറയുന്നത്. സന എത്രാം ക്ലാസ്സിലാ? 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉമ്മയും വാപ്പിയും ഇക്കായും ഉണ്ട്. ഓക്കെ, സ്ഥലം എവിടെയായിരുന്നു സനയുടെ? സ്ഥലം എവിടെയാണ്? കരുനാഗപ്പള്ളി. ഓക്കെ, അപ്പൊ സന ഇന്ന് ഇപ്പൊ വെക്കേഷൻ തുടങ്ങി, ഓണ വെക്കേഷൻ തുടങ്ങി, അടിച്ചു പൊളിക്കുകയാണല്ലേ വീട്ടിലിരുന്ന്? അതെ. അപ്പൊ എങ്ങനെ കളിക്കാനൊക്കെ പോകും? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ അടുത്തൊക്കെ? ഉണ്ട്, അവരുടെ കൂടെ കളിക്കും അല്ലേ? അതോ ഫുൾ ടൈം TV കണ്ടിരിക്കോ? കളിക്കാൻ ഇറങ്ങും അല്ലേ? അതാ ഇഷ്ടം. ഓക്കെ, അപ്പൊ 30 തുറന്ന് നോക്കട്ടെ. ആ നമ്പർ പറയാൻ കാര്യം എന്താ? എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ ആ നമ്പറിന്? ഹലോ, അനിയത്തിയുടെ ഫേവറേറ്റ് നമ്പർ ആണോ? അനിയത്തി എത്രാം ക്ലാസ്സിലാ? 3ാം ക്ലാസ്സിലെ ഫേവറേറ്റുകാരിക്ക് 30 ഇഷ്ടം. 3ാം ക്ലാസ് ആയിരിക്കും, അതാണ് ചാൻസ്. എന്തായാലും തുറന്ന് നോക്കാം. 30 ഗോൾഡ് ഉണ്ടോ നോക്കേ.
നോക്കട്ടെ 30 നമുക്ക് നോക്കാം. സനയ്ക്ക് ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ സന പോയി. ഓക്കെ, സാരമില്ല കേട്ടോ സനക്കുട്ടി, നെക്സ്റ്റ് ടൈം സ്വർണം കിട്ടട്ടെ. അപ്പോൾ സന ഓർക്കേണ്ട കാര്യം വാട്സപ്പിലും കൂടെ അയക്കാം കേട്ടോ. അച്ഛൻ്റെ അമ്മയുടെ ഫോൺ വാങ്ങിയിട്ട് വാട്സപ്പിൽ പേര്, സ്ഥലം, അതിനോടൊപ്പം തന്നെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്ര അയക്കുക. 8086011443 എന്ന നമ്പറിലോട്ടാണ് അയക്കേണ്ടത്. ഓക്കെ, സോ യെസ്, സ്വർണം ഇതുവരെ ആരും നേടിയിട്ടില്ല ഇന്നത്തെ എപ്പിസോഡിൽ. ആരും വിഷമിക്കേണ്ട. അതുകൊണ്ട് തന്നെ സ്വർണ്ണം എല്ലാം ഇവിടെ സേഫായിട്ട് ഇരിപ്പുണ്ട്, ഒന്നും പോലും പോയിട്ടില്ല. ഇനി വിളിക്കുന്നവർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നേരത്തെ പറഞ്ഞ ആ വാട്സപ്പ് നമ്പറിൽ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അതിൽ വാട്സപ്പ് മെസ്സേജ് മാത്രം നിങ്ങൾ അയച്ചിട്ട് കാര്യമുള്ളൂ. വിളിക്കേണ്ട നമ്പർ വേറെയാണ്, അതിൽ തന്നെ വിളിക്കുക. ഓക്കെ, 8086011443 എന്നുള്ളതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. അതിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്ര അയക്കുക. ഈ കാണുന്ന 11 to 70 വരെയുള്ള നമ്പേഴ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അതിലിപ്പോൾ 12 പോയി, അതുപോലെ 17 പോയി, പിന്നെ ഏതാ 36 പോയി, 46 പോയി അല്ലേ, കുറച്ച് നമ്പേഴ്സ് പോയി, അതുപോലെ 30 പോയി, 20 പോയി, അങ്ങനെ കുറേ നമ്പേഴ്സ് പോയി. എന്നാലും കുറേ അധികം നമ്പേഴ്സ് ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്കാണ് ചാൻസ്, ഇനി വിളിക്കാൻ പോകുന്നവർക്കാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ വിളിക്കുന്നതിനോടൊപ്പം തന്നെ വാട്സപ്പിൽ വയ്ക്കുക. രണ്ടും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. കാര്യം വാട്സപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ കൂടുതലും ഓപ്പൺ ചെയ്യുന്നത്. 12:45 വരെ മാത്രമേ നിങ്ങൾക്ക് വാട്സപ്പിൽ അയക്കാനുള്ള സമയമുള്ളൂ. കാര്യം അതിന് ശേഷം നമുക്ക് സോർട്ട് ചെയ്യണം വാട്സപ്പ് വിന്നേഴ്സ് ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട്. കോള് പക്ഷേ നിങ്ങൾക്ക് 1 o'clock വരെയും, അതായത് ഷോ കഴിയുന്നവരെയും നിങ്ങൾക്ക് വിളിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എല്ലാവരും ഓണത്തിരക്കിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് സൺഡേ ആണ്. അപ്പം ഓണക്കോടിയൊക്കെ എല്ലാവരും ഇപ്പോൾ വാങ്ങിക്കണമെന്നൊന്നും ഇല്ല ഇതിനോടാകാം. ഇനിയും തിരുവോണം അടുക്കുമ്പോൾ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്, ഉത്രാടത്തിൻ്റെ അന്ന് വാങ്ങിക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ പക്ഷേ ഇന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേ ഓണം ഷോപ്പിങ്ങിന്. ഓണം ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടായിട്ടില്ല, എന്നാൽ ഓണം എത്തിയും കഴിഞ്ഞു. ഇന്നെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് കാര്യം നടക്കും. ബാക്കി ഇപ്പോൾ ഓണം തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് വർക്കിംഗ് ഡേയ്സ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സൺഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു തിരക്കിലായിരിക്കും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ അതിനിടയിലും നിങ്ങൾ വിളിക്കുന്നതിൽ ഒരുപാട് സന്തോഷം, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലും ഒരുപാട് സന്തോഷം. ശരിക്കും നമ്മളെല്ലാവരും ഒരു ഹാപ്പി മൊമെൻറ്റിലാണ്. ഓണം എന്ന് പറയുമ്പോൾ കേരളം ഫുൾ ഒരു മൊത്തത്തിൽ ഒരു സന്തോഷത്തിൻ്റെ സമയമാണ്. ഈ ഓണമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ ഒരു മാസം നമ്മൾ ഓണം സെലിബ്രേഷനിൽ തന്നെയാണ് അല്ലേ. ഓരോ ഓഫീസിൽ, കമ്പനീസിലും ഒക്കെ ഓണം സെലിബ്രേഷൻ നേരത്തെ നടത്തും. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ മാറി പല കമ്പനീസിലും ഒക്കെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് പോകുന്നതൊക്കെ നമുക്ക് പുറത്തൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓണം വൈബ് നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ശരിക്കുള്ള ഓണം ഇപ്പോഴാണല്ലേ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനിയാണ് നമ്മൾ കുറച്ചുകൂടെ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. പുറത്തൊക്കെ പോവുക, ഷോപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഓണം പ്രമാണിച്ച് നമ്മുടെ അതായത് ഡിസ്ട്രിക്റ്റുകളിലുണ്ടാവും, അതിനൊക്കെ പോവുക. അതുപോലെ തന്നെ ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നല്ല റിവ്യൂസ് ഉള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, അതും കാണുക ഓണക്കാലത്ത്. ടിക്കറ്റൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും നമ്മൾ നേരത്തെയൊക്കെ ബുക്ക് ചെയ്തൊക്കെ പോവുക. കാര്യം ഓണക്കാലമാണല്ലോ, നമ്മളും ആ പാർട്ട് ഓഫ് സെലിബ്രേഷൻ എന്തായാലും ആയേ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ച് നമ്പേഴ്സ് നമ്മളിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. ഒരുപാട് നമ്പേഴ്സ് ഓപ്പൺ ആക്കാനുണ്ട്. എന്നാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരാം. ഇനി സ്വർണ്ണവർഷത്തിൽ ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. വെൽക്കം ബാക്ക് ടു പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. അപ്പോൾ സ്വർണ്ണവർഷത്തിലെ നെക്സ്റ്റ് കോളറിലോട്ട് നമുക്ക് പോകാം. ഹലോ ഇതാരാണ്? എന്റെ പേര് മനീഷ് എന്നാണ്. മനീഷ്, എവിടെന്നാ വിളിക്കുന്നേ? ഞാൻ തൃപ്പൂണിത്തുറ ഉദയംപുരം. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിലെ വൈഫ്, 2 കുട്ടികൾ. വൈഫും 2 കുട്ടികളും ഉണ്ട്. എന്താ ചെയ്യുന്നത് മനീഷ്? ഞാൻ ഇലക്ട്രീഷ്യനാണ്. ഇലക്ട്രീഷ്യൻ ആണ്. ഓക്കെ, കുഞ്ഞുങ്ങളുടെ പേര്? ഹലോ, കുട്ടികളുടെ പേരൊക്കെ?
കൂട്ടത്തില് ഒരാളുടെ പേര് ദിയ കൃഷ്ണ, ധൻവി കൃഷ്ണ. ഓക്കെ, നമ്പർ ചൂസ് ചെയ്തോ? ഏതാണ് നമ്പർ? 42. എവിടെയായി ഓണമൊക്കെ? അടിപൊളി ഓണം. അടിപൊളിയായിട്ട് പൊക്കോണ്ടിരിക്കുന്നു. ഓക്കെ, ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? അതെല്ലാം കഴിഞ്ഞു. ഓണക്കോടിയൊക്കെ എടുത്തു കൊടുത്തോ എല്ലാവർക്കും? എല്ലാം എടുത്തു. ആർക്കൊക്കെ എടുക്കും നോർമലി ഓണക്കോടി? എല്ലാവർക്കും എടുത്തിട്ടുണ്ട്. ഫാമിലി പരമായിട്ട് എല്ലാവർക്കും എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും എടുത്തു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എത്രയായിരുന്നു നമ്പർ ചൂസ് ചെയ്തേ? 42. 42 അല്ലേ? ഓക്കെ, 42 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, ലെറ്റ്സ് സീ. 42 ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ലല്ലോ, ഗോൾഡ് ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു, ബൈ. ഓക്കെ, അപ്പോൾ ഇതുവരെ ആർക്കും ഗോൾഡ് കിട്ടിയിട്ടില്ല. ഇനി ഒരുപാട് നമ്പേഴ്സ് ഓപ്പൺ ആക്കാനുണ്ട്. കുറച്ച് നമ്പേഴ്സ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. അത് തന്നെയാണ് കിട്ടാത്തതും എന്ന് വിചാരിക്കുക അല്ലേ? അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ആദ്യത്തെ കോളറിന് കിട്ടിയെന്ന് വരും. ചില ദിവസം ഏറ്റവും അവസാനത്തെ കോളറിനായിരിക്കും കിട്ടിയിരിക്കുന്നത്. ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ, ഹായ്. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഹലോ, ഇതാരാണ്? അഭിനവ്. എവിടെന്നാ വിളിക്കുന്നേ? കരുനാഗപ്പള്ളി. ഓക്കെ, അഭിനവ്, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഉമ്മി, വാപ്പി, ഇത്തി. ഓക്കെ, യെസ്. ഏതാണ് നമ്പർ സെലക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ 36. 36 സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അഭിനവ്, ഓണമൊക്കെ എന്തായി? ഓണമൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നു. ഇങ്ങനെയൊക്കെ പോകുന്നു. ഓക്കെ, വെക്കേഷൻ ഒക്കെ ആയോ? വെക്കേഷൻ നാളെ പരിപാടി, ട്യൂട്ടോറി. അത് കഴിഞ്ഞ് പിന്നെ 2-3 ദിവസം വെക്കേഷൻ. എത്ര ക്ലാസ്സിൽ പഠിക്കുന്ന അഭിനവ്? ഞാൻ 10ലാണ്. ഓക്കെ, 2-3 ദിവസമേ ഉള്ളൂ അവധി? ട്യൂട്ടോറി അങ്ങനെയുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഓണത്തിന്റെ ആ ഒരു ടൈമിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓണപ്പരിപാടി അവിടെ എങ്ങനെ? നാളെയാണോ? നാളെ അല്ല, മറ്റന്നാളാണ്. 2-ാം തീയതി. ഓക്കെ, എന്തൊക്കെയാണ് അവിടെ പരിപാടി ഉള്ളത്? പരിപാടി എന്ത്, ഓണക്കളികള്, പിന്നെ വടംവലി ഉണ്ട്. എല്ലാത്തിനും പങ്കെടുക്കാറുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്പർ ഏതായിരുന്നു ഒന്നുകൂടെ പറയോ? 36. 36 അല്ലേ? 36. ഓക്കെ, 36 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. 36. അയ്യോ, പോയല്ലോ. 36 പോയി. വേറെ നമ്പർ പറയോ? എത്രയാ? 48. ഓക്കെ, 48 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ. 48 ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ല. സാരമില്ല കേട്ടോ, 48 ഗോൾഡ് ഇല്ലായിരുന്നു. വിഷമിക്കണ്ട, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന നമ്പേഴ്സ് പലതും ഓപ്പൺ ആക്കി, പക്ഷെ ആർക്കും കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കുമ്പോൾ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലോട്ടും വിളിക്കാം. ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, വാട്സപ്പ് നമ്പറിലോട്ടും വിളിക്കാം. കാര്യം ചില ആൾക്കാർക്ക് കണക്ട് ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത് 8086011443 എന്ന നമ്പറിലാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. 8086011443 ഈ നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ശരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ വാട്സപ്പിലും അയക്കാം. വാട്സപ്പിൽ അയക്കേണ്ടത് പേര്, സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ, ഇത്രയും അയക്കാം. ഇത്രയും അയച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും കൂടുതലും വാട്സപ്പ് ഓപ്പൺ ആക്കുന്നത്. നിങ്ങൾ വാട്സപ്പിൽ വിളിച്ചും കൂടെ ട്രൈ ചെയ്ത് നോക്കൂട്ടോ. വാട്സപ്പ് കോൾ എന്നല്ല, അല്ലാണ്ട് ആ നമ്പറിലോട്ട് കോള് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 8086011443 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. വിളിക്കുകയും ചെയ്യാം, വാട്സപ്പും ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കും. ഇത്ര നിങ്ങൾ ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് വിളിക്കുകയായിരുന്നിരിക്കും. ഇപ്പോൾ ഇതൊന്ന് മാറ്റി ടൈപ്പ് ചെയ്ത് നോക്കും. ഒന്നും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ കോളർ കണക്ട് ആയിട്ടുണ്ട്. കോളറിലോട്ട് പോകാം. ഹലോ, ആരാണിത്? ഹലോ, യെസ്, കോളർ കണക്ട് ആയിട്ടുണ്ട്. നമുക്ക് സംസാരിക്കാം. ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. സോ യെസ്, ഓണക്കാലത്ത് സ്വർണം കിട്ടുന്ന ഒരു അവസരമാണ്. നമുക്ക് സംസാരിക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാവോ ഞാൻ പറയുന്നേ? പേരെന്താണ്? ദേവനന്ദ. എവിടുന്നാ വിളിക്കുന്നേ? എറണാകുളം. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ദേവനന്ദയാണോ? ആണല്ലേ. ദേവനന്ദ, സുഖമായിട്ടിരിക്കുന്നോ? എത്രാം ക്ലാസ്സിലായിരുന്നു? 6ലാണോ? എന്താണ്?
എന്താണ്? ദേവനന്ദ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 8th. 8th. ഓക്കെ ദേവനന്ദ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ ദേവനന്ദ ചൂസ് ചെയ്ത നമ്പർ ഏതാ? 28. ഓക്കെ ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, 28. ഓക്കെ ദേവനന്ദ, ഓണമൊക്കെ ഇതുവരെ ആയി, വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്തു. എന്താണ് ഓണം വെക്കേഷന് പരിപാടി? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഒന്നുമില്ല. ട്രിപ്പ് വല്ലതും പോകണ്ടോ? ഇല്ല. ട്രിപ്പ് ഒന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെയാണല്ലേ? എന്താ അമ്മൂമ്മയുടെ വീട്ടിലൊക്കെ പോകും, നാട്ടില് അങ്ങനെ പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടോ? ഉണ്ട്. എറണാകുളം തന്നെയാണോ നാട്? എന്താ? എറണാകുളം തന്നെയാണോ നാട്? ആണ്. കേൾക്കുന്നില്ല അല്ലേ ക്ലിയർ ആയിട്ട്? ഓക്കെ കുഴപ്പമില്ല. ദേവനന്ദ പറഞ്ഞ നമ്പർ നമുക്ക് ഓപ്പൺ ആക്കാം. 28 ആണ് പറഞ്ഞത്. 28ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കിക്കളയാം. ഓക്കെ ലെറ്റ്സ് സീ. 28. അയ്യോ ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. സാരമില്ല, വിഷമിക്കേണ്ട. ഓക്കെ സോ ഗോൾഡ് കിട്ടിയിട്ടില്ല ദേവനന്ദയ്ക്കും. അപ്പോൾ ഇതുവരെ വിളിച്ചവരിൽ കുറേ പേർക്ക് ഗോൾഡ് കിട്ടിയിട്ടില്ല. ഇനി കുറേ പേര് വിളിക്കാനുണ്ട്, കുറേ നമ്പേഴ്സ് ഓപ്പൺ ആക്കാനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, വീണ്ടും ട്രൈ ചെയ്യുക. ഇപ്പോൾ കോൾ കണക്റ്റ് ആവാൻ തന്നെ ചിലപ്പോൾ ഫസ്റ്റ് കോളിൽ കണക്റ്റ് ആയി എന്നിരിക്കില്ല, ഒരു 2 to 3 അല്ലെങ്കിൽ 4 ടൈംസ് നിങ്ങൾ ചിലപ്പോൾ ട്രൈ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഫസ്റ്റ് കോളിൽ തന്നെ കണക്റ്റ് ആയി എന്നിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കരുത്. പല ആൾക്കാർക്കും ആ ഒരു ട്രൈ ചെയ്യാനാണ് മടി. അതിൻ്റെ ആവശ്യമില്ല. കാര്യം നമ്മൾ ചില സമയങ്ങളിൽ ഭാഗ്യം പരീക്ഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ഒരു ചിലവുമില്ല അല്ലേ? ഈ ലോട്ടറി കിടക്കാൻ മടിയുള്ള ഒരുപാട് പേരുണ്ടാവും. ഞാൻ അക്കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്. പക്ഷേ ഇതിപ്പോൾ നമുക്കൊരു ചിലവില്ലാതെ നമ്മുടെ ഭാഗ്യം പരീക്ഷിക്കാൻ കിട്ടുന്ന അവസരമാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ചെയ്യും. എനിക്ക് പക്ഷേ നിങ്ങൾ വിളിക്കാനുള്ളൊരു അവസരമില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ ആ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. പ്രത്യേകിച്ച് ഓണക്കാലമാണ്. ഓണക്കാലത്ത് സമ്മാനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവും അല്ലേ? എന്നാൽ നെക്സ്റ്റ് കോളിലോട്ട് പോകാം. ഹലോ പോത്തി സന്തോഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? സുറുമി. ഓക്കെ സുറുമി, എവിടെ നിന്നാണ് വിളിക്കുന്നേ? ഞാൻ ട്രിവാൻഡ്രം മണക്കാട്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് സുറുമി? വീട്ടില് ഞാന്, ഹസ്ബൻഡ്, 2 മക്കള്. 2 മക്കളുണ്ട്. ഓക്കെ സുറുമി, ഏതാ നമ്പർ ചൂസ് ചെയ്തേ? 15 അല്ലേ? 15 ചൂസ് ചെയ്യാൻ എന്തെങ്കിലും 5050 അല്ലേ? 50. ഓക്കെ 50 ചൂസ് ചെയ്യാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, വെറുതെ. മക്കളൊക്കെ എന്താ ചെയ്യുന്നേ? പഠിക്കാം. UKG, ഒരാള് 3rd സ്റ്റാൻഡേർഡ്. രണ്ടുപേർക്കും വെക്കേഷൻ ആയോ? വെക്കേഷൻ ആയോ രണ്ടുപേർക്കും? വെക്കേഷൻ അവര് നാട്ടിൽ പോയിരിക്കുകയാണ്. ഓക്കെ അപ്പൊ ഇനി എത്ര ദിവസം കഴിഞ്ഞ് വരും? അത് ഇനി ഫ്രൈഡേ വരും. ഓക്കെ ഫ്രൈഡേ വരെ ഫ്രീ ആണെന്ന് സുറുമി അല്ലേ? ഓക്കെ 5050 ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ 50 ആണ്. അങ്ങറ്റം ഇരിക്കുന്ന 50 നമുക്ക് ഒന്ന് ഓപ്പൺ ആക്കാം. 5050 ഓപ്പൺ ആക്കുമ്പോൾ ഗോൾഡ് ഇല്ല. സാരമില്ല കേട്ടോ സുറുമി. ഓക്കെ താങ്ക് യു, ബൈ. അപ്പം നമ്മുടെ സുറുമിക്കും ഗോൾഡ് കിട്ടിയിട്ടില്ല. ഇന്ന് ആർക്കാണ് ആദ്യം ഗോൾഡ് കിട്ടാൻ പോകുന്നത്? ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ വിളിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. വിളിക്കുക, സ്വർണം നേടുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾക്ക് കണക്റ്റ് ആയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. 1 hour ആണ് നമ്മുടെ ഷോ ഉള്ളത് അല്ലേ? അപ്പോൾ 1 o'clock വരെ നിങ്ങൾക്ക് വിളിക്കാനുള്ളൊരു അവസരമുണ്ട്, വാട്സപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 8086011443 എന്ന നമ്പറിലോട്ട് വിളിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്, രണ്ടും നിങ്ങൾക്ക് ചെയ്യാം ആ നമ്പറിലും കൂടെ. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. സ്വർണം കിട്ടട്ടെ. ഓണമാണ്. ഓണത്തിന് ഓണക്കോടി കിട്ടുന്ന പോലെ തന്നെയാണ് ഗോൾഡ് സമ്മാനം കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓണക്കോടി ആർക്കെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ ഗോൾഡും സമ്മാനമായിട്ട് കൊടുക്കാം. അപ്പോൾ അതിനുള്ളൊരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ചാൻസ് മിസ് ചെയ്യരുത്. ശരിക്കും നമ്മൾ ഈ ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഐശ്വര്യമാണ് മനസ്സിലോട്ട് വരുന്നത്. ഐശ്വര്യം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഗോൾഡ് തന്നെയല്ലേ? അപ്പോൾ ആ ഐശ്വര്യമായിട്ടാണ് ഇന്നത്തെ ദിവസം സ്വർണ്ണവർഷം എത്തിയിരിക്കുന്നത്. എല്ലാ സെൻറ്റേഴ്സും ഞങ്ങൾ എത്താറുണ്ട് ഈ ഐശ്വര്യമായിട്ട്. ഈ ഓണത്തിന് കുറച്ച് സ്പെഷ്യൽ ഹാപ്പിനെസ് എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹായ്, ഇതാരാണ്? ഗിരിജ എവിടെ നിന്നാ വിളിക്കുന്നേ? പാലക്കാട് നിന്ന്. ഓക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള ഗിരിജയാണോ? അതെ. സ്റ്റിച്ചിങ് ചെയ്യുന്ന ഗിരിജയാണോ? ഓർക്കുന്നു. എന്തുണ്ട് വിശേഷം? ഭയങ്കര തിരക്കായിരിക്കുമല്ലോ ഓണം ആയതുകൊണ്ട്. ഓണം വരുന്നത് കാത്തിരിക്കുക. അതല്ല ഞാൻ പറഞ്ഞേ, സ്റ്റിച്ച് ചെയ്യുന്നോണ്ടേ
ഓണക്കാലത്ത് ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ആ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒന്ന് നമ്പർ പറയോ? നമുക്ക് നമ്പർ 41 41. ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചത് ഓണക്കാലം ആയതുകൊണ്ട് വർക്കൊക്കെ കൂടുതലായിരിക്കില്ലേന്ന്. അല്ലേ? ക്ലിയർ അല്ല. ഓക്കെ, സാരമില്ല, നമുക്ക് 41 ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. 41-ൽ ഗോൾഡ് ഉണ്ടോ ഗിരിജയ്ക്ക്? അയ്യോ, ഇല്ല കേട്ടോ, ഇല്ല. സാരമില്ല. ഓക്കെ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു, ബൈ. അപ്പോൾ ഗിരിജയ്ക്ക് ഗോൾഡ് കിട്ടിയിട്ടില്ല. ഗിരിജ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വിളിക്കാറുള്ള ഒരു സ്ഥിരം കോളറാണ്, സ്ഥിരം ഒരു പ്രേക്ഷകയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനിയും കാണുക, ഇനിയും വിളിക്കുക, ട്രൈ ചെയ്യുക, സ്വർണ്ണം നേടുക. ഓക്കെ, അപ്പോൾ കുറച്ച് ബോക്സസ് നമ്മൾ ഇതുവരെ തുറന്നിട്ടുള്ളൂ. ഒരുപാട് നമ്പേഴ്സ് ഓപ്പൺ ആക്കാനുണ്ട്, ഒരുപാട് കിടപ്പുണ്ട് ബോക്സസ്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഗോൾഡ് കണ്ടെത്തേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ വിളിക്കുക, ഇതൊക്കെ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡിലോട്ട് എത്താൻ പറ്റുള്ളൂ അല്ലേ. ഗോൾഡ് മൈനിങ് ആണെന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ. ഹായ്, ഇതാരാണ്? സുദീപ്. എവിടെന്നാ വിളിക്കുന്നേ? ചെങ്ങന്നൂര്. ഓക്കെ, എന്താ ചെയ്യുന്നേ? ഞാൻ പഠിക്കുവാണ്. എന്താ പഠിക്കുന്നേ? ലോജിസ്റ്റിക്സ്. നമ്പർ ഒന്ന് പറയൂ സുദീപ്. 31. ഓക്കെ, സുദീപ് കോളേജിലാണ് അപ്പോൾ അല്ലേ? ഏത് ഇയർ ആണ്? ഫസ്റ്റ് ഇയർ ആയിട്ടേ ഉള്ളു അല്ലേ? എങ്ങനെ പോകുന്നു കോളേജ് ലൈഫ് ഒക്കെ? നന്നായിട്ട് പോകുന്നു, കുഴപ്പമില്ല. നന്നായിട്ട് പോകുന്നു. ഓണം സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു അവിടത്തെ? കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചു. അപ്പൊ നിങ്ങക്ക് അത്തപ്പൂക്കള മത്സരമൊക്കെ ഉണ്ടോ? ഉണ്ടായിരുന്നു. നിങ്ങൾക്കാണോ ഫസ്റ്റ് കിട്ടിയ? അടിപൊളി. ഓക്കെ, അതിന് ആരാണ് മെയിൻ ആയിട്ട് ചുക്കാൻ പിടിച്ചത്? പടമൊക്കെ സെലക്ട് ചെയ്ത് ആരാണ്? ടീമായിട്ട് സെലക്ട് ചെയ്ത്. എന്തെങ്കിലും സ്പെഷ്യൽ തീമൊക്കെ ഉണ്ടായിരുന്നിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ ഫസ്റ്റ് അടിച്ചത്. എന്തായിരുന്നു തീം? ഒന്നും ഇല്ലായിരുന്നു, നല്ലൊരു ഡിസൈൻ നോക്കി ഇട്ടു അല്ലേ? അത്രേ ചെയ്തുള്ളൂ. ഓക്കെ, അടിപൊളി. അപ്പോൾ യെസ്, 31 ആണ് നമ്പർ. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ലെറ്റ്സ് സീ. 31-ൽ ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് അയ്യോ, ഇല്ല കേട്ടോ, ഇല്ല. സ്വർണം കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ കിട്ടട്ടെ. താങ്ക് യു, ബൈ. ഓക്കെ, സുദീപിനും കിട്ടിയിട്ടില്ല ഇന്ന്. എനിക്കറിയില്ല, എപ്പോഴും ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു മേ ബി ഗോൾഡ് ഇന്നത്തെ ദിവസം കിട്ടാൻ ചാൻസ്. ഒന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ നെക്സ്റ്റ് കോളറിനായിരിക്കും കിട്ടാൻ പോകുന്നത്. എല്ലാം ആ ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റിലെ ലക്ക്, അല്ലെങ്കിൽ ഓണക്കാലത്തെ നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വാട്സപ്പിലും അയക്കാം. 8086011443 എന്ന നമ്പറിലോട്ട്. നമ്മുടെ അടുത്ത കോളറിലോട്ട് പോകാം. ഹലോ. ഇതാരാണ്? മനോജ്. എവിടെന്നാ വിളിക്കുന്നേ? കൊട്ടാരക്കര. ഓക്കെ, ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട ടൈം കഴിഞ്ഞു കേട്ടോ. ഓക്കെ, സോ യെസ്, മനോജ് കൊട്ടാരക്കര അല്ലേ? ഏതാണ് നമ്പർ ചൂസ് ചെയ്തിരിക്കുന്നേ? 55. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് മനോജ്? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മ, വൈഫ്, 2 മക്കള്. അമ്മ, വൈഫ്, 2 മക്കള്. ഓക്കെ, മക്കളൊക്കെ എത്ര ക്ലാസ്സിലൊക്കെയാ? ഒരാൾക്ക് 3-4 വയസ്സാവുന്നു, ഒരാള് 9ാം ക്ലാസ്സിൽ. ഒരാള് 4 വയസ്സ്, ഒരാള് 9ാം ക്ലാസ്സിൽ. അപ്പൊ എത്ര വയസ്സ് ഡിഫറൻസ് ഉണ്ട് അവര് തമ്മില്? 10-15 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ മൂത്ത ആള് തന്നെ നോക്കിക്കോളും ഇളയാളെ, അതുകൊണ്ട് സൗകര്യമായി അല്ലേ? ഓക്കെ, ഓണമൊക്കെ എവിടെ എത്തി? ഓണക്കോടിയൊക്കെ എടുത്തോ എല്ലാവർക്കും? എടുത്തു. അത്തപ്പൂക്കളൊക്കെ ഇടാറുണ്ടോ വീട്ടില്? അത്തപ്പൂക്കളൊക്കെ ഇടാറുണ്ടോ? ഇടാറുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പൊ 55 നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കിക്കളയാം. ഓക്കെ, സ്വർണ്ണമുണ്ടോ 55? ഗോൾഡ് ഉണ്ടോ 55? ലെറ്റ്സ് സീ. അയ്യോ, നെഹി. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. സാരമില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാപ്പി ഓണം, ബൈ. ഓക്കെ, അപ്പോൾ കിട്ടിയിട്ടില്ല സ്വർണം, ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. കമോൺ, എവിടെയാണ് സ്വർണം ഇന്ന് കിട്ടേണ്ട ആള്? പെട്ടെന്ന് വിളിക്ക്, നിങ്ങളാണ് ഇന്ന് സ്വർണം നേടേണ്ട ആള്. അതാണ് ഇതുവരെ വേറെ ആർക്കും കിട്ടാത്തത്. അപ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുക. വിളിച്ച് കണക്റ്റായി സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി അല്ലേ? അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ. ഹായ്, ഇതാരാണ്? ഗിരിജ. ഓ, നേരത്തെ വിളിച്ച ഗിരിജ അല്ലേ? ഓക്കെ ഗിരിജ, ഇത്തവണ ഏതാണ് നമ്പർ? 13. 13. ഇത്തവണ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അല്ലേ? നേരത്തെ നമുക്ക് കിട്ടിയില്ല, ഇത്തവണെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കിക്കളയാം.
ഗോൾഡ് ഉണ്ടോ ഈ ഓണക്കാലത്ത് ഗിരിജയ്ക്ക്? സെക്കൻഡ് ട്രൈ ആണ്. ലെറ്റ്സ് സീ. 13 അല്ലേ? 1 3 13 ഓപ്പൺ ആക്കാണ്. അയ്യോ ഇല്ല, ഗിരിജയ്ക്കില്ല. ഗിരിജയ്ക്ക് ഇത്തവണ സെക്കൻഡ് ടൈം കിട്ടിയിട്ടില്ല. വിഷമിക്കേണ്ട, മേ ബി നെക്സ്റ്റ് ടൈം കിട്ടിയെന്ന് ഇരിക്കും. അപ്പോൾ ഓൾവേസ് ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക. അത് എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ചില ആൾക്കാരെ ഒരു തവണ ട്രൈ ചെയ്ത് കിട്ടിയില്ലെങ്കിലും വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുള്ളൂ. അത് ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് എന്ന് ഞാൻ പറയും. കാര്യം വീണ്ടും വീണ്ടും നമുക്ക് കിട്ടുന്നവരെ ട്രൈ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. മേ ബി നമുക്ക് അന്നത്തെ ആ ഒരു മൊമെൻറ്റിൽ ഇല്ലെങ്കിൽ നെക്സ്റ്റ് മൊമെൻറ്റിൽ ചിലപ്പോൾ ലക്ക് വന്നെന്നിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. ആരാണ്? ധനലക്ഷ്മി. ധനലക്ഷ്മി. ആ യെസ്, ധനലക്ഷ്മി സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്ന. കൊറേ നാളിന് ശേഷമാണ് കണക്ട് ചെയ്ത് കിട്ടിയത്. അതെ, കറക്റ്റ് ആണ്. കൊറേ ദിവസമായി വിളിച്ചിട്ട്. എങ്ങനെ ഓണമൊക്കെ എങ്ങനെ പോകുന്നു? ഓണമൊക്കെ കുഴപ്പമൊന്നുമില്ല, ഇതുവരെ കുഴപ്പമില്ലാതെ പോകുന്നു. നന്നായിട്ട് പോകുന്നു. ഓണക്കോടിയൊക്കെ വാങ്ങിയോ? ഓ വാങ്ങി. അത്തപ്പൂക്കളൊക്കെ ഇടുന്നുണ്ടോ വീട്ടിലതോ? വീട്ടിലിടണം എന്നൊക്കെ പ്ലാൻ ചെയ്തു, പക്ഷെ നടന്നില്ല. ഇപ്പൊ എന്തായാലും ഞങ്ങൾക്ക് കോമൺ ആയിട്ട് ഒരിടത്തുണ്ട്. അപ്പം അത് തന്നെയാണ് ഞങ്ങളുടെ അത്തപ്പൂക്കളം അല്ലേ? ബാങ്കിലല്ലേ വർക്ക് ചെയ്യുന്നേ? എന്താണ്? ധനലക്ഷ്മി വർക്ക് ചെയ്യല്ലായിരുന്നോ? ബാങ്കിലല്ലേ? ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ ഓൺലൈൻ വർക്കായിരുന്നു. ഓൺലൈൻ ആണ്. ഓക്കെ. ധനഞ്ജിത ബേബിക്ക് സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. ഏതാണ് നമ്പർ? 48. 48 അല്ലേ? അത് പോയി. 48 പോയി. ഓക്കെ. നമ്പർ പറയാ. 32. ഓക്കെ. 32 ഗോൾഡ് ഉണ്ടോ നോക്കി കളയാം. ലെറ്റ്സ് സീ. ധനലക്ഷ്മിക്ക് 32 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല ധനലക്ഷ്മി. എന്തായാലും ഇനി ഞാൻ ട്രൈ ചെയ്യും, കിട്ടുമെന്നറിയില്ല. എന്തായാലും ഹാപ്പി ഓണം. ട്രൈ ചെയ്യൂ എല്ലാ കുടുംബാംഗങ്ങൾക്കും. യെസ്, എല്ലാവർക്കും ഹാപ്പി ഓണം ഞാൻ അറിയിക്കുന്നതായിരിക്കും. കേൾക്കുന്നുണ്ട്. എന്തായാലും അങ്ങോട്ടും ഹാപ്പി ഓണം കേട്ടോ, ഫാമിലിക്കും ധനലക്ഷ്മിക്കും. ഓക്കെ, ബൈ. ഓക്കെ, ധനലക്ഷ്മി നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. സ്വർണ്ണം ഒക്കെ അടിച്ചിട്ടുള്ള ആളാണ് ധനലക്ഷ്മി. അതുകൊണ്ടാണ് എനിക്ക് നല്ല പേര് ഫെമിലിയർ ആയിട്ടുള്ളത്. ധനലക്ഷ്മി ഞാൻ ഒരിക്കൽ നേരിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ യെസ്, നമ്മുടെ കോളേഴ്സ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഇതുവരെ, പക്ഷെ ആർക്കും ഗോൾഡ് കിട്ടിയിട്ടില്ല. എന്തായാലും നെക്സ്റ്റ് കോളറിൽ നമുക്ക് നോക്കാം ഗോൾഡ് കിട്ടുമോന്ന്. ഹലോ 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 ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. ആരാണ്? സന്ദീപ്. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നത് സന്ദീപ്? ഞാൻ ആലപ്പുഴ. ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അച്ഛൻ, അമ്മ, അനിയൻ. എന്താ ചെയ്യുന്ന സന്ദീപ്? ഞാനിപ്പം വർക്ക് ചെയ്യുന്നു. ഓക്കെ, അനിയനോ? അനിയൻ പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഓണമൊക്കെ എന്തായി? ഓണമൊക്കെ നല്ലപോലെ പോകുന്നു. ഓക്കെ, അവിടെ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടോ? നിങ്ങളുടെ ഏരിയയിലൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ടോ ഓണം? ഉണ്ട്. ഓക്കെ, വീട്ടിൽ അത്തപ്പൂക്കളൊക്കെ ഇടാറുണ്ടോ? ഇല്ല. തിരുവോണം അന്ന് മാത്രമേ ഇടത്തുള്ളൂ. അപ്പൊ സദ്യയൊക്കെ ഒരൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ? അല്ല, ഇടയ്ക്കിടയ്ക്ക് തിരുവോണത്തിനും ഒക്കെ വെക്കും. ഓക്കെ, യെസ്. അപ്പൊ ഏതാണ് നമ്പർ? 52. 52 അല്ലേ? 52 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കിക്കളയാം. സന്ദീപിന് ഗോൾഡ് ഉണ്ടോ 52-ൽ? Let's see. Okay, 52. അയ്യോ ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു, ബൈ, ഹാപ്പി ഓണം. ഓക്കെ, അപ്പോൾ സന്ദീപിനും കിട്ടിയിട്ടില്ല. ഞാൻ സാഡാണ്. ഇനി ആർക്കാണ് കിട്ടാൻ പോകുന്നത്? ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ലല്ലോ. എന്തായാലും കുറേ നമ്പേഴ്സ് ഉണ്ട് നമുക്ക് ഓപ്പൺ ആക്കാം. ഏതിലൊക്കെയോ ആണ് കേട്ടോ. ലക്ക് പോലെ ഇരിക്കും, നിങ്ങൾ വൈസായിട്ട് ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ വാട്സപ്പിൽ അയക്കാൻ മറക്കരുത്. മേ ബി ഇന്ന് വാട്സപ്പിലാണോ നിങ്ങളുടെ ചാൻസ് ഇരിക്കുന്നത് നമുക്ക് അറിയില്ല. ഒറ്റ തവണ വാട്സപ്പിൽ അയക്കാവുള്ളൂ. എന്തായാലും നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. ആരാണ്? എന്താ? ഷൈനി അല്ലേ? ഓക്കെ, ഷൈനി എവിടെന്നാ വിളിക്കുന്നേ? നെയ്യാറ്റിങ്കര. ഏതാണ് നമ്പർ ഷൈനി ചൂസ് ചെയ്തത്? 25. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? പപ്പയും അമ്മയും അനിയത്തിയും. ഷൈനി എന്താ ചെയ്യുന്നേ? വെറുതെ ഇരിക്കുന്നു. പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുക അല്ലേ? ഓക്കെ, 25 നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. ലെറ്റ്സ് സീ. ഷൈനി ഇന്ന് ഷൈൻ ചെയ്യുമോ നോക്കാം. 25 ഓപ്പൺ ആക്കുമ്പോൾ
ഗോൾഡില്ല. നെഹി നെഹി. ഓക്കെ, സാരമില്ല. ഹാപ്പി ഓണം ഷൈനി. അടിപൊളിയായിട്ട് അടിച്ചു പൊളിക്കുക. ഇനിയും ട്രൈ ചെയ്യുക. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡി ആണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സോ നെക്സ്റ്റ് കോളറിലോട്ട് പോയാലോ? ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. താരാണ്? ഹായ്. ഹായ്, ഇതാരാണ്? ഹലോ, ഇതാരാണ്? ഹലോ മാത്രം ഇവിടെ കേട്ടുള്ളൂ. 2 ഹലോ ഞാൻ കേട്ടു. അച്ചു. അച്ചു എവിടെന്നാ വിളിക്കുന്നത്? അച്ചു കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഏതാണ് നമ്പർ സെലക്ട് ചെയ്തിരിക്കുന്നത് അച്ചു? 60. ഓക്കെ, അച്ചു എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 10ലാണ് പഠിക്കുന്നത്. നേരത്തെ ആരാ കോൾ എടുത്തേ? അനിയത്തി അല്ലേ? അനിയത്തി എന്നിട്ട് ഓടിക്കളഞ്ഞോ? അനിയത്തിയുടെ പേരെന്താ? ഓ, സനയുടെ ചേട്ടനാണല്ലേ? നേരത്തെ വിളിച്ച സനയല്ലേ? ഓക്കെ, അപ്പൊ അച്ചുവിന്റെ ലക്ക് ഇപ്പൊ നമുക്ക് നോക്കിക്കളയാം. അനിയത്തിക്കാണോ ചേട്ടനാണോ ലക്ക് എന്ന് നോക്കണമല്ലോ. 60 അല്ലേ? 60 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. 60 തുറക്കുമ്പോൾ അയ്യോ ഇല്ല, സോറി എന്നാണ് എഴുതിയിരിക്കുന്നത്. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോയാലോ? ഹലോ, ഹായ്. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ഓക്കെ, കോള് കണക്റ്റ് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ടൈം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വിളിക്കുക. വാട്സപ്പിൻ്റെ ടൈം അയക്കാനുള്ള ടൈം കഴിഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് വിളിക്കാനുള്ള അവസരമാണുള്ളത്. പെട്ടെന്ന് വിളിക്കുക. ഗോൾഡ് ഇതുവരെ ഒരാൾക്ക് പോലും പോയിട്ടില്ല. അപ്പോൾ ഗോൾഡ് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ആയിട്ട് ഒളിഞ്ഞിരിപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരൊറ്റ ബോക്സിലല്ല, മൾട്ടിപ്പിൾ ബോക്സുകളിലാണ് സ്വർണ്ണം ഉള്ളത്. അപ്പോൾ നിങ്ങൾ വിളിച്ചുകൊണ്ടേയിരിക്കുക. വിളിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്റ്റായി കഴിയുമ്പോൾ ലക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വർണം നേടാനും സാധിക്കും. ഓണക്കാലത്ത് കിട്ടുന്ന സമ്മാനമാണ്. വേറെ ആരും വാങ്ങിത്തരുന്നതല്ല, നിങ്ങളുടെ ലക്ക് കൊണ്ട് നിങ്ങൾ നേടിയെടുക്കുന്ന സ്വർണം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹായ്. ഹലോ, ഇതാരാണ്? കനകം. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള കനകം ചേച്ചിയാണോ? അതെ. ഓക്കെ, എവിടെയാണെന്ന് ചേച്ചി സ്ഥലം? തിരുവനന്തപുരം. ഓക്കെ, ഏതാണ് നമ്പർ? 65. 65 അല്ലേ? നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കിക്കളയാം 65 ഗോൾഡ് ഉണ്ടോന്ന്. ഓക്കെ, ലെറ്റ്സ് സീ. 65 ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, ബൈ. കനകൻ ചേച്ചിയുടെ വീട്ടിൽ ഒരു ബേബിയുടെ ശബ്ദമൊക്കെ കേൾക്കായിരുന്നു, പക്ഷെ നമുക്ക് അധികം ചോദിക്കാൻ പറ്റിയില്ല. എന്തായാലും സാരമില്ല, നമുക്ക് ഇതുവരെ കോളിലൂടെ ഒരു വിന്നറിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തോ കോളേഴ്സിന് ആർക്കും ലക്ക് ഇന്നില്ലായിരുന്നു. പക്ഷെ നമുക്ക് വാട്സപ്പിലൂടെ വിന്നറിനെ കൊടുക്കാൻ പറ്റും. വാട്സപ്പിൽ 2 വിന്നേഴ്സ് ഉണ്ട്. ആദ്യത്തെ വിന്നർ എന്ന് പറയുന്നത് ആകാശാണ്. ട്രിവാൻഡ്രത്തു നിന്നാണ് ആകാശ് അയച്ചിരിക്കുന്നത്. 47 ആണ് അയച്ചിരിക്കുന്നത് നമ്പർ. അപ്പോൾ നമുക്ക് നോക്കണമല്ലോ 47 ഗോൾഡ് ഉണ്ടോ എന്ന്. നോക്കിക്കളയാം. 47 ഓപ്പൺ ചെയ്യുമ്പോൾ ഗോൾഡ് ഉണ്ടോ ആകാശിന്? ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. അപ്പൊ നെക്സ്റ്റ് വിന്നർ ആരാന്ന് അറിയണ്ടേ? ഇനി തിരുവല്ലയിൽ നിന്നുള്ള കുര്യൻ ആണ് വിന്നർ. കുര്യൻ പറഞ്ഞിരിക്കുന്നത് 24 ആണ്. 24 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കി കൺഫേം ചെയ്ത് കളയാം. യെസ്, 24 ഓപ്പൺ ആക്കുമ്പോൾ ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. അപ്പോൾ 24 ഗോൾഡ് ഉണ്ടായി. അങ്ങനെ നമുക്ക് 2 വിന്നേഴ്സിനെ ഇന്ന് കിട്ടിയിരിക്കുകയാണ്. വാട്സപ്പ് വഴിയാണ്. കോൾ വഴി ആർക്കും ശരിക്കും നമുക്ക് സ്വർണം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ വിഷമിക്കണ്ട, കോൾ ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും വിന്നേഴ്സ് ഉണ്ടല്ലോ, അത് മതിയല്ലേ. എന്തായാലും ഇനിയും ഇതുപോലെ ഒരുപാട് എന്താ പറയുക സ്വർണ്ണമൊക്കെ ആയിട്ടും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഓണം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഓണക്കാലത്ത് നിങ്ങൾ അടിച്ചു പൊളിക്കുക, മാക്സിമം സെലിബ്രേറ്റ് ചെയ്യുക. സെലിബ്രേഷൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ തന്നെ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. ദിസ് ഈസ് ശിൽപ സൈനിങ് ഓഫ്.
പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.